ആരാധന എന്നേശുവിന്, എല്ലാ നന്മകൾക്കും നന്ദി ചൊല്ലുന്നേ, എല്ലാ നന്മകൾക്കും നന്ദി ചൊല്ലുന്നേ. എന്തു തന്നാലുമാവില്ല നാഥാ, നീ നൽകുന്ന സ്നേഹത്തിനേവാ. എന്തു തന്നാലുമാവില്ല നാഥാ, നീ നൽകുന്ന സ്നേഹത്തിനേവാ. എല്ലാം തന്നാലും യാഗമായാലും, എല്ലാം തന്നാലും യാഗമായാലും തുല്യമാവില്ല യേശുനാഥ, തുല്യമാവില്ല യേശുനാഥ. ആരാധന എന്നേശുവിന്, എല്ലാ നന്മകൾക്കും നന്ദി ചൊല്ലുന്നേ, എല്ലാ നന്മകൾക്കും നന്ദി ചൊല്ലുന്നേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത് 29-ാം സങ്കീർത്തനത്തിൽ നിന്നാണ്. അതിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. 28-ാം സങ്കീർത്തനത്തിൽ ഇതേ ദൈവ മനുഷ്യനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. നീ എന്നോട് മിണ്ടുന്നില്ലെങ്കിൽ ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവനെ പോലെയാവും. അപ്പം 28-ാം അധ്യായത്തിൽ ദൈവശബ്ദം കേൾക്കാൻ കൊതിച്ച്, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചവനെ പോലെയാകുമെന്ന് പറഞ്ഞ ആ മനുഷ്യൻ അടുത്ത അധ്യായത്തിൽ എഴുതിയേക്കാണ്, യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം വെള്ളത്തിൻ്റെ മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിൻ്റെ മീതെ യഹോവ മഹത്വത്തിൻ്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുകളെ തകർക്കുന്നു. യഹോവ ലെബാനോനിലെ ദേവദാരുകളെ തകർക്കുന്നു. ആമേൻ. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിന്നിപ്പിക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടയെ പ്രസവിക്കുമാറാക്കുന്നു. താങ്ക് യു. അത് വനങ്ങളെ തോൽ ഒരുപ്പിക്കുന്നു. ഒരധ്യായത്തിന് മുമ്പ് ദൈവശബ്ദം കേൾക്കാൻ കൊതിച്ചവന്റെ മുമ്പിൽ ദൈവം അങ്ങോട്ട് ഇറങ്ങി സംസാരിക്കുക. ഞാൻ നിങ്ങളോട് പറയാം, ഇന്നലകളുടെ നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം മറുപടി കണ്ട് നിങ്ങൾ അതിശയിക്കും. ആത്മാർത്ഥമായിട്ടാണോ നിങ്ങൾ പ്രാർത്ഥിച്ചത്? ഹൃദയത്തെ തട്ടിയാണോ നിങ്ങൾ പ്രാർത്ഥിച്ചത്? ഉറപ്പായിട്ടും അതിനെല്ലാം ശക്തിയോടെ ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങും. മുഴങ്ങുക മാത്രമല്ല, ചിലതിനെ തകർക്കും, ചിലതിനെ ചിന്നിപ്പിക്കും, ചിലതിനെ പ്രസവിപ്പിക്കും. ആമേൻ, ആമേൻ. സ്തോത്രം. ചിലതിനെ സൃഷ്ടിക്കും. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചെയ്യുന്നത് ദൈവശബ്ദമാണ്. ആദിയിൽ ഇതല്ലേ സംഭവിച്ചേ? അവന്റെ വായിലെ ശ്വാസത്താൽ ഉളവായല്ല. പ്രൈസ് ഗോഡ്. ദൈവമാഴത്തിൽ തീവ്രതയോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന ദിനങ്ങളാണ് ഈ ദിനങ്ങൾ. എന്നോടൊന്നും മിണ്ടുന്നില്ലേ? എന്നോട് സംസാരിക്കാനില്ലേ?
എനിക്കൊരു ദൈവശബ്ദം വേണം എന്ന് അലഞ്ഞ് കരഞ്ഞ് ഉഴന്ന് നടന്ന വ്യക്തിയല്ലേ നിങ്ങൾ? നിങ്ങളുടെ ലൈഫിൻ്റെ അടുത്തൊരു പാർട്ട് ദൈവം തുറക്കുക. ശക്തിയോടെ ദൈവശബ്ദം. എവിടെ തിരിഞ്ഞാലും എവിടെ നോക്കിയാലും ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന അളവിൽ, അത് മൃദുവായിട്ടല്ല, എന്ന് പറഞ്ഞാൽ എല്ലാ ശബ്ദങ്ങൾക്കും അപ്പുറം കേൾക്കാവുന്ന നിലയിൽ ദൈവം നിന്നോട് മിണ്ടും. ഈ ദൈവത്തിൻ്റെ മൃദുസ്വരങ്ങളുണ്ട്. എന്നാൽ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കിട്ടത്തില്ല. രഹസ്യങ്ങളെ പറയുന്നു. പക്ഷേ ഈ ശബ്ദം എന്ന് പറഞ്ഞാൽ മൃദുസ്വരമല്ല, ശക്തിയോടെ കേട്ടേ പറ്റൂ. എന്ന് പറഞ്ഞാൽ നീ മനസ്സിലാക്കുന്ന നിലയിൽ മറ്റ് ശബ്ദങ്ങൾ നിന്നെ അസ്വസ്ഥപ്പെടുത്താതെ സകല ശബ്ദങ്ങളുടെ മുകളിൽ ദൈവശബ്ദം വാഴ്ച നടത്തുന്ന ഒരു ദിനങ്ങളിലേക്ക് നിങ്ങൾ വരികയാണ്. ഞാൻ ഭയങ്കര സന്തോഷത്തോടെ ഈ വചനം നിങ്ങൾക്ക് കൈമാറുക. ദൈവശബ്ദം കേൾക്കുന്ന ദിവസങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ദൈവം തുറന്നു തരികയാണ്. എഫദ, കേൾക്കുക. കാതുകൾ ദൈവം നിങ്ങൾക്കായി അതിനുവേണ്ടി തുറക്കുന്നു. യെസ്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയുടെ ശബ്ദത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. കർത്താവേ, അങ്ങയോടുള്ള ഓരോ പ്രാർത്ഥനകൾക്കും അങ്ങ് മറുപടി നൽകുന്ന ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവേ. കർത്താവേ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഇച്ഛിക്കുന്നവനെ അങ്ങയുടെ ശബ്ദത്താൽ, ദൈവശബ്ദങ്ങളാൽ നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. ഒരു പുതിയ തലത്തിലേക്ക് ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്ന ഒരു പുതിയ തലത്തിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ കാതുകളെ അങ്ങ് തുറക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേട്ട ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കും, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞങ്ങളുടെ ആത്മാവിൽ നിങ്ങളെ ബ്ലസ് ചെയ്ത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചയക്കുകയാണ്. സന്തോഷമായി ഇന്നത്തെ ഓരോ മണിക്കൂറും കർത്താവിൻ്റെ കൈപിടിച്ച് യാത്ര ചെയ്യുക. കർത്താവ് കൂടെയുണ്ട്, തനിച്ചല്ല കേട്ടോ. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ വചനത്തിൽ സന്തോഷിക്കുക. ഇത് ഉത്തരങ്ങളുടെ കാലം. അപ്പ അങ്ങയുടെ മക്കളെ അപ്പയുടെ പൊന്നുകരത്തിൽ സമർപ്പിക്കുന്നു. അപ്പയ്ക്ക് ഇവർ പൊന്നോമനകളല്ലേ? കർത്താവേ, നിന്റെ മക്കളെ ജയത്തോടെ നടത്തണേ. കർത്താവേ, ഒത്തിരി സംസാരിക്കണേ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൽ. സന്തോഷത്തോടെ, ധൈര്യത്തോടെ ഇന്നത്തെ ദിവസത്തെ നിങ്ങൾക്ക് പൂർത്തീകരിപ്പാൻ ദൈവം സഹായിക്കും. മുൻപിലും പിൻപിലും ഒക്കെ കാവലുണ്ടായിരിക്കും. പരിപാലനത്താൽ ദൈവം നിങ്ങളെ, അവൻ്റെ പരിപാലനത്തിൻ്റെ കീഴിലായിരിക്കും നിങ്ങൾ. ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങളെ പങ്കുവെക്കുക. ശലോം.